ജൂലൈ 11 വെള്ളിയാഴ്ച. മത്തായി 10:16 മുതൽ 23 വരെ വാക്യങ്ങൾ. പുരാതന യഹൂദന്മാർ ചരിത്രത്തെ 2 യുഗങ്ങളായി വിഭജിച്ചു. അവർ ജീവിച്ചിരുന്ന യുഗം അത് ഒരു ദുഷ്ടകാലമായിരുന്നു. വരാനിരിക്കുന്ന യുഗം ഒരു നല്ല കാലവും. വരാനിരിക്കുന്ന യുഗത്തെ കർത്താവിൻ്റെ ദിവസം എന്ന് അവർ വിശേഷിപ്പിച്ചു. നന്മ തിന്മയെ എന്നേക്കുമായി പരാജയപ്പെടുത്തുന്ന ഒരു ദിവസം. ഈ 2 യുഗങ്ങൾക്കിടയിൽ യഹൂദന്മാർ ഒരുതരം ആരുമില്ലാത്ത ഭൂമി കണ്ടു. വലിയ മതപരമായ പ്രക്ഷോഭത്തിൻ്റെ സമയം. ഇന്നത്തെ സുവിശേഷ വായനയിൽ ഈ ആരുമില്ലാത്ത ഭൂമി ആരംഭിക്കാൻ പോവുകയാണെന്ന് യേശു തൻ്റെ അനുയായികളോട് പറയുന്നു. ചരിത്രത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചയിൽ നിന്ന് അത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിലുള്ള ഇടവേളയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളും ഞാനും പുതിയ നിയമയുഗത്തിലാണ് ജീവിക്കുന്നത്. നന്മ തിന്മയെ പരാജയപ്പെടുത്തുന്ന യുഗം. എന്നാൽ വിജയം സ്വയമേവ വരില്ല. നാം അത് സാധ്യമാക്കണം. കൂടാതെ പോരാട്ടത്തിൽ നാം കാരണക്കാരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുകയും വേണം. ഇന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, തൻ്റെ സന്ദേശം പ്രഘോഷിക്കുമ്പോൾ അവർ ഒരു അർത്ഥത്തിൽ ശക്തരും അതേസമയം ദുർബലരുമായിരിക്കുമെന്നാണ്. അതായത് ചെന്നായ്ക്കളുടെ നടുവിലെ ആടുകളെപ്പോലെ. അതിനാൽ ശിഷ്യന്മാർ ജാഗ്രത പാലിക്കുകയും അവർ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയെയും വിലയിരുത്തുന്നതിൽ ബുദ്ധിമാന്മാരായിരിക്കുകയും വേണം. പലരും സുവിശേഷം കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സുവിശേഷം കേൾക്കുമ്പോൾ പശ്ചാത്താപവും മാറ്റവും ആവശ്യമാണ്. ഈ ആളുകൾ നിലവിലുള്ള സ്ഥിതി തുടരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവരുടെ കുടുംബത്തിലും സമൂഹത്തിലും ലോകത്തിലും മാറ്റം ആഗ്രഹിക്കുന്നു. പക്ഷെ സ്വയം മാറാൻ അവർ വിസമ്മതിക്കുന്നു. അവരുടെ പാപകരമായ വഴികളിൽ ജീവിക്കുന്നത് അവർക്ക് ആസ്വാദ്യകരമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അവരോട് മാനസാന്തരപ്പെടാൻ പറയുമ്പോൾ അവർ നമ്മളോട് നീരസപ്പെടുകയും അക്രമാസക്തരാവുകയും ചെയ്യുന്നത്. തങ്ങളെക്കുറിച്ചുള്ള സത്യം പറഞ്ഞതിന് അവർ നിങ്ങളെ വെറുക്കാൻ തുടങ്ങുന്നത്. അതിനാൽ സുവിശേഷം പ്രസംഗിക്കാനുള്ള തങ്ങളുടെ ദൗത്യം നിറവേറ്റാൻ പോകുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും വെറുപ്പും പീഡനങ്ങളും എന്നിവയെക്കുറിച്ച് യേശു തൻ്റെ അപ്പോസ്തലന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. നമ്മുടെ സാധാരണ ജീവിതത്തിൽ പോലും സത്യം സാക്ഷ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ സത്യം പറയുകയോ ചെയ്യുന്നത് അപകടകരമാണ്. അങ്ങനെ ചെയ്തതിന് യേശു കുരിശുമരണവും പീഡാസഹനവും അനുഭവിച്ചു. വിശ്വാസത്തിനു വേണ്ടി മരിച്ച രക്തസാക്ഷികളുടെ കാര്യത്തിലും ഇത് തന്നെ സത്യമാണ്. അതുപോലെ നമ്മുടെ കാലത്തും രക്ഷയുടെ സന്ദേശം പ്രസംഗിക്കുന്നത് എളുപ്പമാണെന്ന് കരുതുന്നത് തെറ്റാണ്. എന്നിരുന്നാലും നമ്മൾ ഭയന്ന് പിന്മാറുന്നില്ല. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർക്ക് ന്യായമായ പ്രതിഫലം ലഭിക്കുമെന്ന് യേശു നമുക്ക് ഉറപ്പ് നൽകി. സുവിശേഷം കൈമാറുന്നതിനുള്ള വാക്കുകളും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതിനാൽ എന്ത് പറയണമെന്ന് വിഷമിക്കേണ്ടതില്ല. നമ്മുടെ ദൗത്യം നിർവഹിക്കാനുള്ള ലാളിത്യവും വിനയവും കൗശലവും ധൈര്യവും മാത്രമാണ് നമുക്ക് വേണ്ടത്.
എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.